ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചിക്കനാണ്. ഒരു 350 ഗ്രാം അളവിൽ ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ട് ഒന്നുകിൽ നമുക്കൊരു പൊട്ടറ്റോ സ്മാഷ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാം, വേവിച്ചെടുത്ത ചിക്കൻ. കൂടെ പിന്നെ വേണ്ടത് ക്യാബേജാണ്. ഒരു 100 ഗ്രാം അളവിലാണ് കേട്ടോ ക്യാബേജ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് നിറയെ തന്നെ നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് കംസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്, അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാവുന്നതാണ്. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ വേവിച്ചിരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ആദ്യം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ ചിക്കനിലുള്ള വെള്ളവും നമ്മുടെ വെജിറ്റബിൾസിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് ആദ്യം ഫസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം മാത്രം പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ്. അതായത് നമുക്കിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു അല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വേണം കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകരുത്, അതുപോലെ തന്നെ തീരെ കട്ടിയാകണം എന്നുള്ള ആവശ്യവും ഇല്ല. അതായത് നമുക്ക് ഇങ്ങനെ കൈവച്ച് നമുക്ക് ഏത് ഷേപ്പിന് വേണമെന്നുണ്ടെങ്കിലും ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. അതുപോലെ വേണം കേട്ടോ നമ്മൾ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. എങ്ങാനും വെള്ളം കൂടിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബോളിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. മല്ലിയുടെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്. കൂടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാം. ഇനി നമ്മുടെ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി, കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ലൂസാക്കി കളയരുത്. ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോകരുത്. നമ്മുടെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ വേണം ഉണ്ടാകാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയ ബോളുകളാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ഇങ്ങനെ ബോളിൻ്റെ ആ ഷേപ്പിന് എടുത്തിട്ടില്ല, ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിനൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്ത് നേരെ തന്നെ നല്ല ചൂട് എണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മളൊന്ന് പൊരിക്കാൻ വേണ്ടി ഇടാനായിട്ട്. അതായത് ഇങ്ങനെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. നേരെ തന്നെ ചൂട് എണ്ണയിലേക്ക് ഇട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇടുന്നേ ഉള്ളൂ. ചെറിയ കുട്ടി ബോൾസിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാവുന്നതാണ്. മറു സൈഡ് കളർ ലൈറ്റായിട്ടൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്കൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. ഏകദേശം ഒരു 4-5 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബ്രെഡ് ചിക്കൻ സ്നാക്കാണ് കേട്ടോ ഇത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.